الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فمن أظلم ممن افترى على الله كذبا أو كذب بآياته أولئك ينالهم نصيبهم من الكتاب حتى إذا جاءتهم رسلنا يتوفونهم قالوا أين ما كنتم تدعون من دون الله قالوا ضلوا عنا وشهدوا على أنفسهم أنهم كانوا كافرين. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജഗല നിയന്താവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ ഈ ലോകത്ത് നിന്ന് വേർപാടിന്റെ സന്ദർഭങ്ങളിൽ മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയെ സംബന്ധിച്ചിട്ടാണ് നാം വിശദീകരിച്ചത്. ഒരു സത്യവിശ്വാസിയുടെ റൂഹിനെ ഒരു കൂജയിൽ നിന്ന് വെള്ളമെടുക്കുന്ന ലാഘവത്തോടെ പിടിച്ചെടുക്കുമെങ്കിൽ, പരാജിതനും നരകാവകാശിയുമായ മനുഷ്യനാണെങ്കിൽ പല ഭാഗങ്ങളിലേക്കും കൊളുത്തുള്ള ഇരുമ്പിന്റെ ദണ്ഡ് നനഞ്ഞതായ പഞ്ഞിക്കെട്ടിൽ നിന്ന് ഊരിയെടുക്കുന്ന പ്രഹരത്തോടെയായിരിക്കും അവരുടെ ആത്മാവിനെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഈമാനോടുകൂടെ നല്ല രീതിയിലൂടെ അല്ലാഹുവേ ഒരു ഹുസ്നുൽ ഖാത്തിമ ഞങ്ങൾക്ക് നൽകണേ എന്നാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത്. വളരെ ഭയപ്പെടുത്തുന്ന രീതിയിലൂടെ, നരകീയമായ കഫംപുടവയിലൂടെ ആത്മാവിനെ പിടിച്ചുപറിച്ച് ഭീതിപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വിഭിന്നമായി
സത്യവിശ്വാസിയുടെ സ്വർഗീയമായ പരിമളങ്ങളും സ്വർഗീയമായ കഫംപടയുമായി നല്ല പ്രശോഭിതരായ മുഖത്തിന്റെ ഉടമകളായി മലായിക്കത്തുകൾ വന്ന് ആത്മാവിനെ സ്വീകരിച്ചൊരു നിമിഷം പോലും മലക്കുൽ മൗത്തിന്റെ കയ്യിൽ വെക്കാതെ കഫംപടവയിലേക്ക് മാറ്റുന്ന ആ ഒരു സാഹചര്യം ഞങ്ങളിലേക്ക് നൽകണേയെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടുന്നവരാണ് വിശ്വാസികൾ. എന്നാൽ എന്തുകൊണ്ടാണ് മനുഷ്യന്റെ റൂഹ് പിടിക്കുമ്പോൾ ഇത്ര ഭയാനകരമായ റൂഹ് പിടിക്കപ്പെടാനുള്ള കാരണം? സൂഉൽ ഖാത്തിമയുടെ ഏറ്റവും മോശമായ പര്യാവസാനത്തിന്റെ കാരണങ്ങൾ എന്താണ്? ഉലമാ രേഖപ്പെടുത്തുന്നത് കാണാം. ഒന്നാമത്തത് വിശ്വാസത്തിൽ ഉറപ്പില്ലായ്മയാണ്. അവർക്ക് കൃത്യമായ വിശ്വാസമില്ലാത്ത ആളുകളുണ്ട്. ഇനി വിശ്വാസികളാണ് എന്ന് പറയുന്നവർ പോലും ആ വിശ്വാസത്തിൽ യാതൊരു ഉറപ്പുമില്ല. ആടിയുലയുന്ന വിശ്വാസങ്ങളാണ്. എന്നാൽ ഒരു യഥാർത്ഥമായ മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസങ്ങൾ ചാബല്യങ്ങൾക്ക് വിധേയമാകുന്നതല്ല, ഏത് കുലുക്കത്തിലും മടങ്ങാതെ നിൽക്കുന്നതാണ് വളരെ കൃത്യമായ വിശ്വാസിയുടെ ഈമാൻ എന്ന് പറയുന്നത്. കൺഫ്യൂഷന് വരണില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ തന്നെ പറയാൻ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന, തീർച്ചയായും സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇക്കൂട്ടർ മാത്രമാണ്. ഇന്നമയുടെ ഹസറിന്റെ പ്രയോഗങ്ങൾ എന്ന് അറബി ഭാഷയിൽ പറയുമ്പോൾ മാത്രം എന്ന അർത്ഥം ആഡ് ചെയ്തിട്ടാണ് അതിന് മീനിങ് പറയാ. അപ്പൊ ഇവര് മാത്രമാണ്. എന്താ പ്രത്യേകത? ആമനൂ ബില്ലാഹി വറസൂലി, അള്ളാഹുവിലും അവിടുത്തെ പ്രവാചകനിലും അവർ വിശ്വസിച്ചിരിക്കുന്നുണ്ട്. സുമ്മലം യർതാബു, പിന്നെ അവർക്കതിൽ സംശയമില്ല. ഈമാനിന്റെ കാര്യത്തിൽ ഒരു സംശയമില്ല. അത്രയും അടിയുറച്ച് വിശ്വസിച്ചവർക്ക് മാത്രമാണ് നല്ല പര്യാവസാനങ്ങൾ ഉണ്ടാവാൻ സാധ്യമാകൂ എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞില്ല, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അറിയണം തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനല്ലാതെ യാതൊരു ആരാധ്യനുമില്ല. പക്ഷെ ഇന്ന് അള്ളാഹനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല. പലരുടെയും പരാജയത്തിന്റെ കാരണം വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അള്ളാഹനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. നാം മനസ്സിലാക്കേണ്ടത് റബ്ബിനോട് മാത്രമുള്ള ആരാധനയിൽ, അള്ളാഹുവിനോട് മാത്രമുള്ള പ്രാർത്ഥനയിൽ വിശ്വാസികൾക്ക് അബദ്ധങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ റൂഹ് പിടിക്കുന്ന നേരത്തിലൂടെ അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ ആ നിമിഷം അവരെ പിടികൂടുമെന്നും ആ വിഷയം അവരോട് ചോദിക്കുമെന്നും മോശം പര്യാവസാനത്തിന്റെ കാരണങ്ങളിൽ ഉലമാ അത് രേഖപ്പെടുത്തിയത് വെറുതെയല്ല. വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെയും സൂറത്ത് അഅറാഫ് 37-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഹത്താ ഇദാ ജാഅതുഹും റുസുലുനാ യതവഫൗനഹും, നമ്മുടെ ദൂതന്മാർ അവരുടെ റൂഹ് പിടിക്കാനായി കടന്നു വരുമ്പോ ഖാലു, അവർ ചോദിക്കുന്നുണ്ട്, ഐനമാ കുൻതും തദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവല്ലാതെ നിങ്ങൾ ദുആ ചെയ്തിരുന്ന ആളുകളൊക്കെ എവിടെ? അല്ലാഹുവല്ലാതെ നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന ആളുകൾ എവിടെ? ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? ദുനിയാവിൽ ഒരു ഉപകാരവും ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യരിങ്ങനെ വാശി പിടിച്ചിട്ടുള്ളത്. മുഖാമുഖങ്ങൾ നടന്നത്, സംവാദങ്ങൾ നടന്നത്, വാശിയുക്തം ഭിന്നസംഘങ്ങളായി ഉമ്മത്ത് മുസ്ലിമ മാറിയത് എന്തിന്റെ പേരില്? നിങ്ങൾ ആലോചിച്ച് നോക്കേ. അല്ലാഹുവല്ലാത്തൊരു പ്രവാചകനോട്, അല്ലാഹുവല്ലാത്തൊരു വലിയനോട്, അല്ലാഹുവല്ലാത്തൊരു മഹാത്മാവിനോട് സഹായം തേടാമെന്ന് വാദിക്കുന്നവരോട്, പ്രിയപ്പെട്ട സുഹൃത്തെ, നിനക്കത് കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ? അത് ഇസ്ലാമിൽ ഫർളാണോ? അല്ല, ഫർളല്ല. അത് ഇസ്ലാമിൽ പുണ്യകരമായ സുന്നത്താണോ? അല്ല, സുന്നത്തുമല്ല. പിന്നെ അതിന്റെ ഹുക്കം എന്താണ്? അത് ഹലാലാണ്, കേവലം അനുവദനീയമാണ്. ചെയ്താൽ പുണ്യമോ ഉപേക്ഷിച്ചാൽ കുറ്റമോ ഇല്ലാത്ത ഒരു കാര്യമെന്നാണ് അതിന് വിശദീകരണം പോലും പറയപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഈമാനിനെ ചൂഷണം ചെയ്യേണ്ടതുണ്ടോ? എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നും മദീനയുടെ ബഖീഇന്റെ ഖബർസ്ഥാനിലൂടെ ചെന്നാൽ അവിടെ സൗദി ഗവൺമെന്റ് എഴുതി വെച്ച ആ ഹദീസ് പോലും നമുക്കവിടെ കാണാം. ഇവിടെയുള്ള ശുഹദാക്കളോടോ സ്വഹാബത്തിനോടോ ദുആ ചെയ്യാൻ പാടില്ല. കാരണം ഇദാ സഅൽത ഫസ്അലില്ല വ ഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, ചോദിക്കുന്നുവെങ്കിൽ അല്ലാഹുവിനോട്, സഹായം തേടുന്നുവെങ്കിൽ അല്ലാഹുവിനോട്. റബ്ബല്ലാത്തവരോട് ദുആ ചെയ്തവരെ പര്യാവസാനം മോശമാണ്. റൂഹ് പിടിക്കുന്ന സന്ദർഭങ്ങളിലൂടെ പറയാണ്, വിളിക്കേ, റബ്ബല്ലാതെ ദുആ ചെയ്തിരുന്നവരെവിടെ? ഖാലൂ ലല്ലൂ അന്നാ വശഹിദൂ അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. അവര് പറയാണ്, അവർ ഞങ്ങളെ വിട്ടുപോയല്ലോ,
അവര് സ്വയം സാക്ഷി പറയുന്നുണ്ട്, ഞങ്ങള് നിഷേധികളായി പോയേ എന്ന് സ്വയം അവര് സാക്ഷി പറയുമെന്നാണ്. അതുകൊണ്ട് കൃത്യമായി ഈമാനില്ലായ്മ, വിശ്വാസങ്ങളിലൂടെ ഉറപ്പില്ലായ്മ, അവരുടെ ഹാത്തിമത്ത് അന്ത്യവാൻ സമയങ്ങൾ വളരെ മോശമാകുമെന്നാണ്. രണ്ടാമത് ഉലമാക്കൾ പറയാൻ, പാപങ്ങളിൽ ഇടപഴകി ജീവിക്കുന്നവർ, ഹറാമിൽ മുഴുകി ജീവിക്കുന്നവർ, അവർക്കൊരു നല്ല മനസ്സുണ്ടാവില്ല. നമ്മൾ സാധാരണ പറയും മുത്തഖി എന്ന് നമ്മൾ സാധാരണ പറയലുണ്ട്. ആരായി ഈ മുത്തഖി എന്ന് പറഞ്ഞാൽ? തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക, അമലുകൾ ചെയ്യുന്നവൻ മാത്രമല്ല. അത് പല ആളുകൾക്കും പലവിധ പ്രചോദനങ്ങളും അമല് ചെയ്യാനുണ്ടാകും. പക്ഷെ ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കാൻ അള്ളാന്റെ പള്ളിയിൽ ജുമഅക്ക് വരുന്നുണ്ട്, പക്ഷേ പലിശ എടുക്കുന്നിടത്ത് അവനൊരു കൺട്രോളും വരുന്നില്ല. അള്ളാന്റെ പള്ളിയിൽ ജുമഅക്ക് വരുന്നുണ്ട്, പക്ഷെ ഇടക്കൊക്കെ ഒരു സിനിമ കാണുന്നിടത്ത് ഒരു നിഷിദ്ധവും അവന്റെ മനസ്സിലൂടെ കടന്നു വരണില്ല. പർദ്ദയണിഞ്ഞ് പള്ളിയിലേക്ക് വരുന്നുണ്ട്, എന്നാൽ ആ പർദ്ദ സൽക്കാരത്തിന്റെ സദസ്സിലേക്ക് വേണമെന്നൊരു ഉമ്മാക്ക് ചിന്ത വരണില്ല. എന്തുകൊണ്ടാണ്? തഖ്വയില്ലാത്തത് കൊണ്ടാണ്. ഒരു പോയിന്റ് അടിവരയിട്ട് വെച്ചോ, ഇന്നമായ തഖബ്ബലുല്ലാഹ്, തീർച്ചയായും അല്ലാഹു തആല സ്വീകരിക്കുന്നത് ആരിൽ നിന്ന് മാത്രമാണ്? മിനൽ മുത്തഖീൻ, തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമാണ്. പാപങ്ങളിൽ ജീവിക്കുമ്പോ, ഹറാമുകളുടെ ജീവിതങ്ങളിൽ ഇങ്ങനെ കടന്നു വരുമ്പോ സ്വാഭാവികമായും നല്ലൊരു പര്യാവസാനം അവർക്കുണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഉണ്ടാവില്ല. കാരണം നാളെയാവാം, നാളെ നന്നാവാം, പിന്നെ നന്നാക്കാം. പ്രിയമുള്ളവരെ, ഇപ്പൊ നമുക്കൊരു തെറ്റിന് മോശമെന്ന് തോന്നിയാൽ ഇരിക്കുന്ന സമയത്ത് തന്നെ പശ്ചാത്തപിച്ചുകൊണ്ട് ഇനി ആ ഹറാമിലേക്കില്ല റബ്ബേ എന്ന മനസ്സാന്നിധ്യത്തോടുകൂടെ ഇറങ്ങാനുള്ള മനസ്സെപ്പോഴിലൂടെ നമ്മളിലൂടെ കടന്നു വരുന്നുവോ അവരാണ് പെട്ടെന്ന് തൗബ ചെയ്യുന്നവർ. അവർക്കേ നല്ല പര്യാവസാനമുള്ളൂ. അതല്ലെങ്കിൽ നാളെയാകാമെന്ന് കരുതി തിന്മകളിലൂടെ സഞ്ചരിക്കുമ്പോ മലക്കുൽ മൗത്ത് റൂഹിനെ കൊണ്ടുപോകില്ലേ? പ്രിയമുള്ളവരെ, ഒരു സിനിമാ തിയേറ്ററിന്റെ ഉള്ളിലിരുന്ന് ആ വിനോദങ്ങളിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിലാണ് റഹ്മത്തിന്റെ മലായിക്കത്തുകളില്ലാത്ത സന്ദർഭം. നോക്കണേ, അവിടെ വെച്ചുകൊണ്ടാണ് മലക്കുൽ മൗത്തിന്റെ വിളിക്കുത്തരം നൽകേണ്ടി വരുന്നതെങ്കിൽ എന്താ നമ്മുടെ അവസ്ഥ എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ശരീരത്തിന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങി ദേഹേച്ഛകൾക്ക് പിന്നാലെ പാഞ്ഞ് ഒരു ഹറാമായ, ഒരു തെറ്റായ രീതിയിലൂടെ ഒരു സ്ത്രീയുമായി ശാരീരിക ബന്ധങ്ങൾ പുലർത്തുന്ന സന്ദർഭങ്ങളിലാണ് മലക്കുൽ മൗത്ത് റൂഹിനെ കൊണ്ടുപോകുന്നതെങ്കിൽ കഴിഞ്ഞില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ സന്ദർഭങ്ങളിലൂടെ പശ്ചാത്തപിച്ചു മടങ്ങാനുള്ള ഒരു മനസ്സാണ് നമ്മളിലൂടെ കടന്നു വരേണ്ടത്. ഇല്ല എങ്കിൽ ഉലമാഹി പറയാ, മരിക്കുന്ന നേരത്തെ എല്ലാവരും തലഭാഗത്ത് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. വാപ്പാക്ക് ചലിക്കാൻ കഴിയണില്ല, വാപ്പാക്ക് കാലളക്കാൻ കഴിയണില്ല, കാലിന്റെ താഴെ കിടക്കുന്ന ഒരു പുതപ്പ് പോലും സ്വന്തം ദേഹത്തേക്ക് വലിച്ചിടാൻ കഴിയണില്ല. ആ സന്ദർഭങ്ങളിലൂടെ കൂടെയുള്ളവർ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല് എന്നിങ്ങനെ തൽക്കീന് പറഞ്ഞു കൊടുക്കുമ്പോ നാവിറങ്ങും പ്രിയമുള്ളവരെ. ചൊല്ലാനായി കഴിയില്ല എന്ന് ഉലമാക്കൾ ഒരുപാട് എക്സാമ്പിൾ പറയുന്നുണ്ട്. ധാരാളം മദ്യപിച്ചിരുന്ന മദ്യപാനിയായ ഒരു മനുഷ്യൻ, വജാഅഹു ഇൻസാനുൻ അയ്യുലഖിനഹു ഷഹാദ, അയാളോട് ഷഹാദത്ത് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കാനായി ആളുകൾ വരികയാണ്. ആളുകൾ ഇങ്ങനെ ഷഹാദത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ആ മനുഷ്യൻ പറയുന്നത് എന്താണെന്നറിയോ? ഇശ്റബ് വസ്കിനി, നിങ്ങൾ കുടിച്ചോ, എനിക്കൊന്നൊഴിച്ചുതാ. മദ്യപാനിയായ മനുഷ്യന് വേറെയും ഉലമാ എക്സാമ്പിളുകൾ പറയുന്നുണ്ട്. ഈ ചതുരംഗ കളിയിലൂടെ കമ്പം കയറിയ ഒരു മനുഷ്യനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ ചെക്ക് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ വിഷയങ്ങള് കിതാബുകളിലൂടെ പണ്ഡിതന്മാർ അനുഭവങ്ങളായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ആ നേരത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെങ്കിൽ ഈ ജീവിതം ഹറാമുകളിൽ മുഴുകാത്ത ഒരു ജീവിതമായിട്ട് അതിനെ ക്രമീകരിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമാകണമെന്നുള്ളതാണ്. ആ രീതിയിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഇനി പ്രിയമുള്ളവരെ, നല്ല മരണമെന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. നല്ല രീതിയിൽ മരിക്കണ്ടേ? എന്റെ വീട്ടിലേക്ക് എന്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ വരുന്ന മലായിക്കത്തുകൾ റഹ്മത്തിന്റെ മലക്കുകളാവണമെന്ന് ആഗ്രഹമില്ലേ? അവരെ സ്വർഗീയമായ പുടവകളായി വരണമെന്ന് ആഗ്രഹമില്ലേ? മലക്കുൽ മൗത്ത് തലഭാഗത്ത് വന്നിരിക്കുമ്പോ പ്രശോഭിതമായ രീതിയിൽ വന്നിരിക്കണമെന്ന് ആഗ്രഹമില്ലേ? ആ റൂഹിന്റെ ആകാശയാത്ര നമുക്ക് പഠിക്കാനുണ്ട്. അവിടെയെല്ലാം നമുക്ക് സ്വാഗതം കിട്ടുന്ന ആത്മാവാവണമെന്ന് ആഗ്രഹിക്കണില്ലേ നമ്മള്? പ്രിയമുള്ളവർ, അതിനെന്ത് വേണം? ജീവിതങ്ങളിൽ അതിനനുസരിച്ച പ്രവർത്തനങ്ങൾ വേണമെന്നുള്ളതാണ്. എല്ലാവരും നമ്മുടെ വീട്ടിലൂടെ
കരയുന്ന സന്ദർഭങ്ങളിലൂടെ ചിരിക്കാൻ നമുക്ക് കഴിയണം. ആദ്യമായി ലോകത്തിലേക്കൊരു കുഞ്ഞ് പിറന്നു വീഴുന്ന സാഹചര്യങ്ങളില് കുഞ്ഞിന്റെ ജനനത്തില് വീട്ടുകാരും ബന്ധുക്കളും മുഴുവനും സന്തോഷിക്കുമ്പോ കരഞ്ഞുകൊണ്ട് കടന്നു വന്നവനാണ് മനുഷ്യനെങ്കില് ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോകുന്ന സന്ദർഭങ്ങളില് എല്ലാവരും കരയുമ്പോ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, പേടിക്കാനില്ല, ഭയപ്പെടാനില്ല എന്ന് മലായിക്കത്തുകൾ അഭിസംബോധനം ചെയ്യുന്ന രീതികളിലൂടെ, നല്ല രീതികളിലൂടെ മടങ്ങിപ്പോകാൻ പ്രാർത്ഥന വേണേ. ജീവിതങ്ങളിലൂടെ, നിത്യജീവിതത്തിലൂടെ കൊണ്ടുവരേണ്ടുന്ന പ്രാർത്ഥന. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന പ്രാർത്ഥന പാപമോചനത്തിന്റെ നേതാവാണ്. ഏത് തെറ്റുകളും പുറത്തു തരാൻ അല്ലാഹുവോട് ചോദിക്കേണ്ടുന്നതാണ്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത എന്ന് വരുന്ന ഒരൽപ്പം സുദീർഘമായ പ്രാർത്ഥന അല്ലാഹുവിന്റെ തൗഹീദിനെ മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാ പാപങ്ങളും പുറത്തു തരാൻ റബ്ബിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് അത് റബ്ബിനോട് പറഞ്ഞാൽ, മൻ ഖാലഹാ ഹീന യുംസി ഫമാത, വൈകുന്നേര സമയങ്ങളിലൂടെ ഒരാളത് പറഞ്ഞുകൊണ്ടവൻ മരണപ്പെട്ടു പോയാൽ, മിൻ ലൈലത്തി, ആ രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ, മിനൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. വമൻ ഖാലഹാ ഹീന യുസ്ബിഹ്, പ്രഭാതത്തിലാണ് ചൊല്ലുന്നത്, അന്ന് വൈകുന്നേരത്തിന്റെ മുമ്പില്ല, പ്രഭാതത്തിൽ തന്നെ പകലിൽ തന്നെ മരിച്ചു പോയാലും ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലാണെന്നൊരു ഹദീസിലൂടെ കാണാം. ഇമാം ബുഖാരിയാണ് ഉദ്ധരിച്ചതെങ്കിൽ മറ്റൊരു ഹദീസിലൂടെ കാണാം, മൂഖിനം ബിഹാ, വെറുതെ ചൊല്ലിയാൽ പോരാ, ഹൃദയത്തിൽ തട്ടിയിട്ടാണ് നമ്മൾ ചൊല്ലുന്നതെങ്കിൽ സ്വർഗത്തിലേക്കുള്ള ആത്മാവായിട്ട് ലോകത്തോട് വിട പറയാൻ കഴിയുന്ന, അതായത് ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിച്ച് അള്ളാഹുവിനോട് പാപങ്ങളെ പുറത്തു തരാൻ, അഥവാ അർത്ഥസഹിതം ആ പ്രാർത്ഥന പഠിച്ച് ചെയ്യാൻ കഴിയാവുന്ന ഒരു കാര്യമില്ല പ്രിയമുള്ളവരെ. രാവിലെയും വൈകുന്നേരങ്ങളിലും സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ പഠിക്കാൻ നമുക്ക് സാധ്യമാണോ? നല്ല രീതിയിലൂടെ ലോകത്തോട് വിട പറയാൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു പ്രാർത്ഥന ദിക്റായി നമ്മളോട് പറഞ്ഞു തന്നു. എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോ വുളു എടുത്തിട്ട് വേണം നമ്മുടെ കിടപ്പറയിലേക്ക് നമ്മൾ കടന്നു വരാൻ. ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള മര്യാദയാൻ അവിടെ ചൊല്ലാനുള്ള പ്രാർത്ഥനകൾ ചൊല്ലിയിട്ട് വേണം നമ്മൾ കിടക്കാൻ. ആ പ്രാർത്ഥനകൾ ഇങ്ങനെ ചൊല്ലി വന്ന് അവസാനിപ്പിക്കുമ്പോ അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക് എന്ന് വരുന്ന പ്രാർത്ഥനയാണ് അവസാനം നമ്മൾ ചൊല്ലുന്നത്. അതിലൂടെ റബ്ബിനോട് പറയുന്നുണ്ട്, ആമൻതു ബികിതാബികല്ലദീ അൻസൽത, അല്ലാഹുവേ നീ അവതരിപ്പിച്ചതായ ഗ്രന്ഥത്തിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. വബിനബിയിക്കല്ലദീ അർസൽത, നീ അയച്ചതായ പ്രവാചകനിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഈ പ്രാർത്ഥനയോടുകൂടെ കിടന്നിട്ട് ഫഇൻ മുത്ത മിൻ ലൈലതിക ഫഅൻത അലൽ ഫിത്റ, ആ ഒരു രാത്രിയിലാണ് നീ മരിക്കുന്നതെങ്കിൽ നീ ഫിത്രത്തിലാണ്, ശുദ്ധ പ്രകൃതിയിലാണ്. ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കുട്ടി ജനിക്കുന്ന ആ പൈതൃകത്തിന്റെ മനസ്സിനെ വിളംബരം ചെയ്ത വാക്കാണ് കുല്ലു മൗലൂദിൻ യൂലജു അലൽ ഫിത്ര, ശുദ്ധ പ്രകൃതിയിലാണ്, കറകളഞ്ഞ മനസ്സോടെ. ഇനി ഹദീസിന്റെ ഷറഹിലെ ഉലമാക്കൾ ഫിത്രത്തിന് അർത്ഥം കൊടുത്തത് ദീനുൽ ഇസ്ലാം, അഥവാ യഥാർത്ഥ ദീനുൽ ഇസ്ലാമും കൊണ്ടാണ് അവൻ മരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രാർത്ഥനകളൊക്കെ പ്രിയമുള്ളവരെ പഠിക്കുക, നിത്യജീവിതത്തിന്റെ പ്രവൃത്തിതലങ്ങളിലൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനി പ്രിയമുള്ളവരെ, നല്ല മരണത്തിന് ഒരുപാട് ലക്ഷണങ്ങൾ ഉലമാവ് പറയുന്നുണ്ട്. നല്ല മരണത്തിന് ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഒരാളുടെ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഇയാൾ സ്വർഗത്തിൽ തന്നെയാണ് എന്ന് തീർച്ചപ്പെടുത്തി പറയാൻ നമുക്കാർക്കും അവകാശമില്ല എന്നുള്ളതാണ്. കാരണം നല്ല മരണത്തിന്റെ ലക്ഷണങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഉലമാ പറയുന്നുണ്ട്, വഹാദിൽ അലാമാതു ഹിയ മിനൽ ബശായിരിൽ ഹസന, നല്ല മനുഷ്യരുടെ അടയാളങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അല്ലതി തദുല്ലു അലാ ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണത്തിനെ അറിയിക്കുന്ന ലക്ഷണങ്ങളാണ്
സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ട് ഉലമാ പറയാണ് വലാകിന്നനാ മഅ ദാലിക ലാ നജ്സിമു ലിശഖ്സിൻ മാ യുഅയ്യനഹു അന്നഹു മിൻ അഹ്ലിൽ ജന്ന. ഇതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ സ്വർഗത്തിൽ തന്നെയാണ് എന്ന് തീർച്ചപ്പെടുത്തി പറയാൻ നമുക്കാർക്കും അവകാശമില്ല. ഇല്ലാ മിൻ ഷഹിദ ലഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ജന്ന. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം കൊണ്ട് സാക്ഷി പറഞ്ഞവരെയല്ലാതെ റസൂലുള്ളാഹി ഇന്ന ആള് സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പറയാമെന്നല്ലാതെ അയാളെ പറ്റി നല്ല വിചാരണകൾ വെക്കാം, നല്ല രീതിയിലാണ് മരിച്ചത് എന്ന് പ്രത്യാശിക്കാം, അയാൾക്ക് ഖൈറുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ അയാൾ സ്വർഗക്കാരൻ തന്നെയാണെന്ന് പറയാൻ നമുക്കാർക്കും ഇസ്ലാം അവകാശം നൽകിയിട്ടില്ല. ഏതുപോലെ കൽ ഖുലഫാഇൽ അർബഅ, 4 ഖലീഫമാരെ പോലെ. കാരണം അവരെ 4 പേരെ സംബന്ധിച്ചും സ്വർഗത്തിലാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരെ പറ്റി നമുക്കും വിശ്വസിക്കാം. ഒരാളുടെ എന്തെങ്കിലും ലക്ഷണം കാണുമ്പോൾ മുസ്ലിം ഉമ്മത്തിന് പരാജയമുണ്ടായ മേഖലകൾ ആലോചിച്ചു നോക്കേ. അയാളിൽ നല്ല ലക്ഷണം കണ്ടു, ഉടൻ അയാളെ മഹാനാക്കി, ഉടൻ അയാൾക്ക് പവിത്രത കൽപ്പിച്ചു, ഉടൻ അവിടെ ഖബറിന് എടുപ്പുണ്ടാക്കി, പിന്നീട് അവിടെ നിലവിളക്ക് കൊണ്ടുവന്നു. അങ്ങനെ അയാൾ സ്വർഗത്തിൽ തന്നെയാണ്, അയാൾ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയാൻ ആരെക്കുറിച്ചും നമുക്ക് അവകാശമില്ല. ഏറ്റവും ഉന്നതരായ സഹാബത്തിന്റെ വിഷയത്തിൽ പോലും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മദീനയുടെ ബഖീഉൽ ഉർഖദ് എന്ന് പറയുന്ന ഖബർസ്ഥാൻ. ഏതാണ് ഖബർസ്ഥാൻ? അൽ ബഖീ എന്ന് വിളിക്കപ്പെടുന്ന മദീന മസ്ജിദുൻ നബവിയുടെ ചേർന്ന് കിടക്കുന്ന ബഖീഉൽ ഉർഖദ്. ഉർഖദ് മരങ്ങളെ കൊണ്ട് നിബിഡമായൊരു സ്ഥലമായിരുന്നു അത്. പലരും ജന്നത്തുൽ ബഖീ എന്ന് പ്രയോഗിക്കാറുണ്ട്. ആ പ്രയോഗത്തിന് ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവുമില്ല. കാരണം അവിടെ മറമാടപ്പെട്ടവരെ മുഴുവനും സഹാബത്തല്ല. പല ആളുകളും അവിടെ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ ജന്നത്തുൽ ബഖീ എന്ന് വിളിക്കാൻ പാടില്ല. ഒന്നുകിൽ അൽ ബഖീ, അതല്ലെങ്കിൽ ബഖീഉൽ ഉർഖദ് എന്നാണ് അതിന് പറയപ്പെടുന്ന പേര് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അവിടെ ആദ്യമായി മറവ് ചെയ്യപ്പെട്ട സഹാബി ആരാ? ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു. ആ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു ലോകത്തുനിന്ന് വിട പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാസയുടെ അടുക്കിലേക്ക് കടന്നു വരുമ്പോ ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹാ അവിടം ഇതാ ഉസ്മാൻ ഇബ്നു മൽഊനിന്റെ മരിച്ചു കിടക്കുന്ന സന്ദർഭങ്ങളിൽ അവിടേക്ക് കടന്നു വരികയാണ് വഫാത്തായപ്പോ. എന്നിട്ട് പറയുന്നുണ്ട്, റഹ്മത്തുള്ളാഹി അലൈക അബസായിബ്, അബുസ്വായിബേ, അല്ലാഹുവിന്റെ റഹ്മത്ത് താങ്കൾക്കുണ്ടാകട്ടെ. ഫശഹാദതി അലൈക ലഖദ് അക്രമകല്ലാഹ്, താങ്കളുടെ കാര്യത്തിൽ ഞാൻ സാക്ഷ്യം വഹിക്കുന്നത് അല്ലാഹു താങ്കളെ ആദരിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നത് എന്ന് ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ മുത്ത് റസൂൽ ചോദിക്കുന്നുണ്ട്, വമാ യുദ്രീക അന്നല്ലാഹ അക്രമ, അല്ലാഹു അദ്ദേഹത്തെ ആദരിച്ചു എന്നുള്ളത് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? എവിടെ നിന്നാ നിനക്കതിന്റെ അറിവുള്ളത്? നിനക്കതിനെപ്പറ്റി എന്തറിയാമെന്ന് പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ഉടനെ പ്രവാചകനോട് പറയുന്നുണ്ട്. ലാദിരി ബി അബീ വ അൻത ഉമ്മീ യാ റസൂലല്ലാഹ്, എനിക്കറിയില്ല റസൂലേ, ക്ഷമ തരണം എന്ന രീതിയിൽ പ്രവാചകന്റെ മഹത്വം വിളംബരം ചെയ്ത് പറയുമ്പോ അല്ലാഹുവിന്റെ മുത്ത് റസൂല് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അമ്മാ ഉസ്മാൻ, എന്നാൽ നമ്മുടെ ഉസ്മാൻ ഇബ്നു മൽഊൻ ഫഖദ് ജാഅഹു അല്ലാഹുൽ യഖീൻ, അല്ലാഹു ഉറപ്പായത് കൊടുത്തിരിക്കുകയാണ്. അഥവാ ഉസ്മാൻ ഇബ്നു മൽഊൻ ലോകത്തുനിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. വ ഇന്നി ലഅർജൂ ലഹുൽ ഖൈർ, അദ്ദേഹത്തിന് ഖൈർ ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉസ്മാൻ ഇബ്നു മൽഊനിന് അല്ലാഹു ഖൈർ തരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വല്ലാഹു മാദിരി വ അന റസൂലുള്ളാഹ്, അല്ലാഹുവാണേ സത്യം, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെയാണ്, എന്നാലും എനിക്കറിയില്ല മാ യുഫ്അലു ബിഹി, ഉസ്മാൻ ഇബ്നു മൽഊനിനെ കൊണ്ട് അല്ലാഹു എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനായ ഈ അവസ്ഥയിൽ പോലും എനിക്കറിയില്ല എന്ന് മുത്ത് റസൂൽ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഒരു റിപ്പോർട്ടിലൂടെ കാണാം, മാ യുഫ്അലു ബി, വിനയത്തിന്റെ ഭാഷയിൽ അല്ലാഹുവിന്റെ മുത്ത് റസൂല് പറയാണ്, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നത് സത്യം തന്നെയാണ്, എന്നെ കൊണ്ടുപോലും എന്റെ റബ്ബ് എന്താണ് പ്രവർത്തിക്കുക എന്ന് എനിക്കറിയില്ല എന്ന് പോലും മുത്ത് റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഒരു നമസ്കാരത്തിന്റെ ബലം കൊണ്ട്, റമദാനിലെ നോമ്പിന്റെ ബലം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവരെ, അതുകൊണ്ട് വിജയമുറപ്പിക്കാൻ കഴിയണില്ല. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ ഉമ്മുൽ അലായിനെ തിരുത്തി കൊടുക്കുകയാണ്. അവര് പറയുന്നുണ്ട്, ഞാനങ്ങനെ കിടന്നുറങ്ങിപ്പോയ സന്ദർഭങ്ങളിലൂടെ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ഒരു അരുവി ഒഴുകുന്നതായി ഞാനിങ്ങനെ സ്വപ്നം കണ്ടുപോയി. അല്ലാഹുവിന്റെ മുത്ത് റസൂലിന്റെ അടുക്ക വന്ന് ഞാൻ പറഞ്ഞു, റസൂലേ, ഉസ്മാൻ ഇബ്നു മൽഊനിന് വേണ്ടി ഒരു അരുവി ഒഴുകുന്നത് ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ മുത്ത് റസൂല് പറയാണ്, ദാക്കി അമലുഹു, അത് ഉസ്മാൻ ഇബ്നു മൽഊനിന്റെ അമലുകളാണ്, പ്രവർത്തനങ്ങളാണ്. അത്രമാത്രം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും അറിയില്ല എന്ന് പറയുമ്പോ എങ്ങനെയാ മറ്റുള്ളവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ളത്? ഇനിയൊരു ആത്മവിചിന്തനത്തെ നമ്മൾ നടത്തേണ്ടത്. ആരാണ് ഉസ്മാൻ ഇബ്നു മൽഊൻ എന്നറിയുമോ നിങ്ങൾക്ക്? അദ്ദേഹത്തിന്റെ വിവാഹം നടക്കുന്നുണ്ട്, മാരേജ് നടക്കുകയാണ്. വിവാഹം കഴിഞ്ഞ പുതുമോടിയിൽ അദ്ദേഹത്തിന്റെ ഭാര്യയായ ഹൗലയെ കാണാൻ ആയിഷ റളിയല്ലാഹു അൻഹ കടന്നു ചെല്ലുമ്പോ ഒരു പുതുമണവാട്ടിയുടെ പ്രത്യേകതയും ഉസ്മാൻ ഇബ്നു മൽഊനിന്റെ ഭാര്യയിലൂടെ കാണപ്പെടുന്നില്ല. പാറിപ്പറിഞ്ഞ മുടിയുമായി അവിടുന്ന് ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, ഹൗല, എന്തു പറ്റി നിനക്ക്? ഒരു പുതുമണവാട്ടിയുടെ പ്രത്യേകത നിന്നിലൂടെ കാണണില്ലല്ലോ. ഹൗല പറയാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അണിഞ്ഞൊരുങ്ങാനുള്ളത്? എന്റെ ഭർത്താവാകുന്ന ഉസ്മാൻ ഇബ്നു മൽഊനിന് എന്നെ വേണ്ട. പകല് മുഴുവനും നോമ്പുകാരനാണ്, രാത്രി മുഴുവനും നമസ്കാരമാണ്. വിവാഹം കഴിഞ്ഞ പുതുമോടിയിലും അല്ലാഹുവിന്റെ മുത്ത് റസൂലിനോട് വിവരം അറിയിക്കപ്പെടുമ്പോ വിളിപ്പിക്കുന്നുണ്ട് ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു. ചോദിക്കുന്നുണ്ട്, ഉസ്മാൻ, ഞാൻ ഈ കേൾക്കുന്നത് സത്യമാണോ ഉസ്മാൻ? അവിടെന്ന് പറയുന്നു, റസൂലേ, സൂറത്ത് വാഖിഅ അവതീർണമായതിനു ശേഷം ഉറങ്ങാൻ കഴിയണില്ല നബിയേ. സൂറത്ത് വാഖിഅ അവതീർണമായതിനു ശേഷം ഉറങ്ങാൻ കഴിയണില്ല റസൂലേ. അതുകൊണ്ടാണ് ഞാൻ പകല് നോമ്പുകാരനായത്, രാത്രി നമസ്കരിക്കാനായി മാറുന്നത്, എന്റെ ഭാര്യയോട് എനിക്ക് താല്പര്യങ്ങൾ വരാത്തത്. അല്ലാഹുവിന്റെ മുത്ത് റസൂല് ചോദിക്കുന്നുണ്ട്, ഉസ്മാൻ, ആ സൂറത്ത് വാഖിഅ ഇറങ്ങിയത് എനിക്കല്ലേ ഉസ്മാൻ? ഞാൻ കുടുംബജീവിതം നയിക്കുന്നുണ്ട് ഉസ്മാൻ, പകല് നോമ്പെടുക്കുന്നുണ്ട് ഉസ്മാൻ, രാത്രി നമസ്കരിക്കുന്നുണ്ട് ഉസ്മാൻ. അതുകൊണ്ട് നിന്റെ ഭാര്യയെ സന്തോഷിപ്പിച്ചിട്ടല്ലാതെ എന്റെ മുമ്പിലൂടെ കടന്നു വരാൻ പാടില്ല ഉസ്മാൻ, എന്റെ മുമ്പിലൂടെ കടന്നു വരാൻ പാടില്ല ഉസ്മാൻ. തിരുത്തിക്കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മള് നല്ല മരണത്തിന്റെ ലക്ഷണങ്ങളായി കാണാം. പക്ഷെ ഇന്നയാള് സ്വർഗത്തിലാണെന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്കാർക്കും അവകാശമില്ല. അതിനെ മനസ്സിലാക്കാം, നന്മ നമുക്ക് പ്രതീക്ഷിക്കാം, അള്ളാഹുവിനോട് ആ ഖൈറിന് വേണ്ടി നമുക്ക് ചോദിക്കാം. പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നതും അമൽ സ്വാലിഹാത്തുകളിലായി ഇവിടെ പറയുന്നതും നെറ്റിത്തടം വിയർക്കുന്നതുമെല്ലാം നല്ല ലക്ഷണങ്ങളായി അവിടുന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നല്ല നല്ല ചിന്തകളും ഭാവനകളും നമുക്കതിൽ നിലനിർത്താം. അള്ളാഹുവിനോട് ഖൈറ് ചോദിക്കാം ഇൻഷാ അല്ലാഹ്. ഒരുപാട് കാര്യങ്ങൾ, അതിന്റെ ലക്ഷണങ്ങളും ആരൊക്കെ ആ ഖൈറായ ഗണത്തിൽപ്പെടാൻ എന്നൊക്കെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്കത് പഠിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഒരു മരണം നടന്നാൽ ആ വീട്ടിൽ അടിസ്ഥാനപരമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കണം. അടുത്ത ഖുത്ബകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. ما بعد, اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടി
ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ നാടുകളിൽ ഏറെ വിവാദമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഹലാല് ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ. സ്വാഭാവികമായും ഒരു വിശ്വാസി അതിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹറാമും ഹലാലും അള്ളാഹു നിശ്ചയിച്ചത് എന്തിനാണ്? സ്വാഭാവികമായും മൃഗങ്ങളുടെ മാംസം കഴിക്കുന്ന വിഷയത്തിലാണ് ഹലാൽ എന്ന ബോർഡുകൾ നമ്മൾ കാണാറുള്ളത്. കഴിഞ്ഞ ജുമാ കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്കുള്ള എൻ്റെ യാത്രയിൽ ഹലാൽ എന്ന ബോർഡ് എഴുതിയ ഒരു കടയിൽ കയറി ഭക്ഷണം കഴിച്ചപ്പോൾ ഇത് ഹലാലാണോ എന്ന് രണ്ടാമത് നമ്മൾ റിപ്പീറ്റ് ചോദിച്ചപ്പോൾ അയാളിങ്ങനെ വിരൽ ചൂണ്ടി കാണിച്ചു തന്നു. ഹാദാമിൻ ഫളലി റബ്ബി എന്ന ബോർഡ് വെച്ച ഒരു ബോർഡിലേക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു. സത്യത്തിൽ ഒരു ക്രിസ്ത്യൻ വിഭാഗം നടത്തുന്ന ഒരു ഹോട്ടലാണത്. ഞാൻ പറയുന്നത്, ഇതൊരു കച്ചവടത്തിനുള്ള, ഒരു മാർക്കറ്റിങ്ങിനുള്ളൊരു ലേബിളായിട്ട് ഹലാൽ എന്ന് മാറ്റി എന്നുള്ളതല്ലാതെ വിവാദങ്ങൾ അനാവശ്യവും അതുകൊണ്ട് ചില രാഷ്ട്രീയ മുതലെടുപ്പുകളുമാണ് നടക്കപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ നമുക്ക് പറയാൻ കഴിയണം എന്താണ് ഹലാൽ. ഈ വിഷയം ഇങ്ങനെ പഠിക്കാൻ വേണ്ടി റെഫർ ചെയ്യുമ്പോൾ ഇവർക്ക് ഹലാലായ മാംസം മാത്രമല്ല, പുട്ടുപൊടി പോലും അവർക്ക് ഹലാലായിരിക്കണമെന്ന നിബന്ധനയുണ്ട്. ഞാനത് പരിശോധിച്ചപ്പോൾ ഹലാൽ എന്ന് പറയുന്ന കമ്പനിയുടെ നെയ്മാണ്, അവരിറക്കുന്ന ഒരു പൊടിയായതുകൊണ്ടാണ് ആ പേര് വന്നിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയൊക്കെ ചിത്രീകരിക്കപ്പെടുമ്പോൾ എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്? നമുക്ക് ഏത് മതസ്ഥൻ പൊടിപ്പിച്ച ധാന്യമാണോ പയറാണോ കൃഷി ചെയ്താണോ എന്തും നമുക്ക് കഴിക്കാം. അതിലൊന്നും നമുക്ക് യാതൊരു വിരോധവുമില്ല. അത് സമ്പാദിക്കുന്നത്, വില കൊടുത്തു വാങ്ങുന്നത് ഹലാലായ സമ്പാദ്യത്തിൽ നിന്നാകണം. നമ്മളെ ശ്രദ്ധിക്കണ്ടേ, അത് വാങ്ങുന്നതിനോ ഉപയോഗിക്കുന്നതിനോ വിരോധമില്ല. എന്നാൽ മാംസം കഴിക്കുന്ന സന്ദർഭങ്ങളിൽ ഇസ്ലാം അവിടെ ചില നിബന്ധനകൾ വെച്ചു. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഹുരിമത് അലൈക്കുമുൽ മൈത വദ്ദം, നിങ്ങൾക്ക് അല്ലാഹു തആല ചത്ത മൃഗത്തിന്റെ മാംസം അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ട്. രക്തം കഴിക്കലും നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുണ്ട്. വലഹ്മൽ ഖിൻസീർ, പന്നിയുടെ മാംസം നിങ്ങൾ കഴിക്കാൻ പാടില്ല, നിഷിദ്ധമാണ്. മാത്രമല്ല വീണ്ടും പറയുന്നുണ്ട്, വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബി, അല്ലാഹുവിന്റെ മാർഗത്തിലല്ലാതെ അറുക്കപ്പെട്ടത് നമ്മൾ കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വൽ മുൻഖനിഖ, കുടുങ്ങി ചത്തുപോയ മൃഗങ്ങളുടെ ഭക്ഷണങ്ങള്, മാംസങ്ങൾ നിങ്ങൾ കഴിക്കാൻ പാടില്ല. വൽ മൗഖൂദ, തല്ലിക്കൊന്ന മൃഗങ്ങളുടെ മാംസങ്ങൾ നിങ്ങൾ കഴിക്കാൻ പാടില്ല. വൽ മുതറദ്ദിയ, വീണ് ചത്ത മൃഗങ്ങളുടെ ഭക്ഷണങ്ങളും നിങ്ങൾ കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ കുത്തേറ്റ് ചത്ത, അങ്ങനെ രീതിയിലൂടെ മരണപ്പെട്ട വമാ അക്കലസ്സബഉ, വന്യമൃഗങ്ങള് തിന്നതും അതൊന്നും നിങ്ങൾ കഴിക്കാൻ പാടില്ല. ഇല്ലാ മാ ദക്കൈതും, നിങ്ങൾ അറുത്തതല്ലാതെ. അപ്പൊ അറുത്ത ഭക്ഷണമാണ് നിങ്ങൾക്ക് ഹലാൽ. അടുക്കാതെ വന്ന് മാംസം നിങ്ങൾ കഴിക്കാൻ പാടില്ല. വമാ ദുബിഹ അലൻ നുസ്ബ്, ബലിപീഠങ്ങളിൽ അറുക്കപ്പെട്ടത്, അറുത്തതൊക്കെ കഴിക്കാന്നല്ല, ബലിപീഠങ്ങളിൽ അറുക്കപ്പെട്ടതവ വിഗ്രഹങ്ങൾക്ക്, പ്രതിഷ്ഠകൾക്ക് മുമ്പിലൂടെ അറുത്തതിനെയും നിങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ 5-ാം സൂറത്തുൽ മാഇദ 4-ാമത്തെ വചനത്തിൽ അള്ളാഹു തആല പറയാൻ. അപ്പൊ ഇവിടെ അറുത്ത മാംസമാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞു. അതിനെ അവിടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈദാ ദബഹ്തും ഫഅഹ്സിനു ദബ്ഹ, നിങ്ങൾ അറുക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് അറുക്കുക. അഥവാ വൽയുഹിദ്ദ അഹദുക്കും ശഫറതഹു, നിങ്ങൾ ആരെങ്കിലും അറുക്കുകയാണെങ്കിൽ അവരുടെ ആയുധം ഏറ്റവും മൂർച്ചയുള്ളതാക്കി മാറ്റുകയും വൽയുരിഹ് ദബ്ഹതഹു, ആ അറവ് മൃഗത്തിന് ആശ്വാസം നൽകുകയും വേണം. അഥവാ പ്രയാസപ്പെടുത്താൻ പാടില്ല. ഏറ്റവും സുന്ദരമായ രീതിയിൽ അതിന്റെ ശാസ്ത്രീയമായ വശങ്ങൾ എന്നെക്കാളുപരി ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, ആ അഴുക്കുകളെല്ലാം പുറത്തു പോകുന്ന രീതിയിൽ, രക്തം വാർന്നു പോകുന്ന രീതിയിൽ, പെട്ടെന്ന് മരണം സംഭവിക്കുന്ന രീതിയിൽ മൂർച്ചയുള്ള ആയുധങ്ങളെ കൊണ്ട് വേഗത്തിൽ അറുത്ത് ആ മൃഗത്തിന് നിങ്ങൾ ആശ്വാസം നൽകണമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പൊ മാംസം കഴിക്കുന്ന വിഷയങ്ങളിൽ ഒരു മുസ്ലിമിന് ഹലാലായതേ കഴിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. ഇനി അറുക്കുന്നവൻ മുസ്ലിമായിരിക്കണം, ബിസ്മി ചൊല്ലിക്കൊണ്ടായിരിക്കണം അറുക്കേണ്ടത് എന്നുള്ളതാണ്. എന്നാൽ വേദക്കാരായ അഹ്ലി കിതാബുകളായ ആളുകൾ അവർ അറുത്ത
പാലും നമുക്ക് ഭക്ഷിക്കാവുന്നതാണ്. അങ്ങനെ കഴിക്കുന്നതിന്റെ വിധി ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വേദക്കാർ അറുത്ത ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് എന്ന് കരുതുക. അതല്ലെങ്കിൽ ഒരു ഭക്ഷണം നമ്മൾ കഴിക്കാനിരിക്കുന്നു, നമുക്കറിയണില്ല ഇതിന്റെ ഹുക്കം എന്താണ്. അവിടെ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു ഭാഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് അവര് പറയാണ്, ഇന്ന ഖൗമൻ യഅതൂന ബില്ലഹമ, അല്ലാഹുവിന്റെ റസൂലേ, ഒരു കുറച്ച് ആളുകൾ ഞങ്ങൾക്ക് ലഹമ കൊണ്ടുവന്നു. ലാ നദരി അദുകിറ റസ്മല്ലാഹി അലൈഹി അംല, അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചറുത്തതാണോ അതോ അങ്ങനെയല്ലേ എന്ന് ഞങ്ങൾക്കറിയണില്ല എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സമ്മൂ അലൈഹി, നിങ്ങൾ അതിന്റെ മേലെ ബിസ്മി ചൊല്ലുക, അൻതും വകുലു, നിങ്ങൾ അതിൽ ബിസ്മി ചൊല്ലുക, വകുലൂഹു, എന്നിട്ട് നിങ്ങൾ അതിനെ ഭക്ഷിച്ചു കൊള്ളുക. അപ്പൊ വേദക്കാരറുത്തതാണെങ്കിലും അവർ ബിസ്മി ചൊല്ലാതെ മുസ്ലിം അറുത്തതാണെങ്കിലും വേദക്കാരറുത്തതാണെങ്കിലും നമ്മൾ കഴിക്കുമ്പോ ബിസ്മി ചൊല്ലിയിട്ട് അതിനെ കഴിക്കാമെന്നുള്ളതാണ് പ്രിയമുള്ളവരെ. എന്നാൽ ഇതിനെ വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട യാതൊരു കാര്യവുമില്ല. ഒരു മുസ്ലിമിന്റെ ഭക്ഷണം ഏറ്റവും അനുവദനീയമായ മാർഗത്തിലായിരിക്കണമെന്നുള്ളതാണ്. ആ മുസ്ലിമിന്റെ ഭക്ഷണം കഴിക്കേണ്ടെന്നൊന്നും അതിനർത്ഥമില്ല പ്രിയമുള്ളവരെ. അമുസ്ലിമിന്റെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം. മാംസം കഴിക്കുമ്പോ ഇസ്ലാം പറയുന്ന മര്യാദ പാലിക്കപ്പെട്ട് അറുക്കപ്പെട്ട ഒരു ഭക്ഷണം മാത്രമേ മുസ്ലിമിന് ആ മാംസത്തിന്റെ വിഷയത്തിൽ കഴിക്കാൻ പറ്റൂ എന്നുള്ളതാണ് പ്രിയമുള്ളവരെ. അതിനുള്ള മതസ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യങ്ങളില്ലേ. ഇപ്പോ ശബരിമലയുടെ സീസണായി കഴിഞ്ഞാൽ പിന്നെ സ്വാമി ശരണം എന്നൊക്കെ ബോർഡുകൾ വെച്ചുകൊണ്ട് പ്യുവർ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞ ബോർഡുകൾ വെക്കുന്നുണ്ട്. അതിലാരും വർഗീയതകൾ കാണാനില്ല. ഒരു മുസ്ലിം മാനേജ്മെന്റിന്റെ സ്ഥാപനത്തിൽ ഒരു കന്യാസ്ത്രീയായ കുട്ടി പഠിക്കാമെന്നാൽ ആ കുട്ടിയുടെ വസ്ത്രം അവർ അത് മാത്രമേ ധരിക്കൂ എന്ന് വാശി പിടിക്കുന്നതിൽ ആരും അതിൽ വർഗീയത കാണലില്ല. കാരണം വർഗീയത കാണാനും പാടില്ല എന്നുള്ളതാണ്. കാരണം അതിനുള്ള മതത്തിനുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതുകൊണ്ട് നേരെ മറിച്ചത് എവിടെയാണ് പ്രശ്നമുണ്ടാകുന്നത്? ഹലാലായ ഭക്ഷണമേ മുസ്ലിംകൾ കഴിക്കാവൂ. അവ മുസ്ലിം പറയാണ് ഇവിടെ എല്ലാവരും അത് തന്നെ കഴിച്ചാൽ മതി എന്ന് നമ്മൾ വാശി പിടിക്കുന്നുവെങ്കിൽ അതിന് നമുക്ക് തെറ്റി എന്ന് പറയാം. അവരിഷ്ടമുള്ളത് കഴിച്ചോട്ടെ. മുസ്ലിമിന് പന്നിമാംസം പറ്റൂല. ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യൻ പന്നിമാംസം കഴിച്ചാൽ അതവന്റെ ഭക്ഷണം, അവൻ കഴിച്ചോട്ടെ, ഞാൻ അതിന് ഉത്തരവാദിയല്ല. പ്രിയമുള്ളവരെ, എല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതിന്റെ ബേസിക്കായ അറിവ് നമ്മളെങ്കിലും ഒന്നറിഞ്ഞിരിക്കുക. ആ രീതിയിലായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടത്. അഥവാ വ്യക്തമായ രീതിയിൽ അറുക്കപ്പെട്ടതാണ് മാംസത്തിന്റെ വിഷയത്തിലൂടെ നമുക്ക് അനുവദനീയമായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് പണ്ഡിതന്മാരെല്ലാം വളരെ കൃത്യമായി നമ്മളോട് പഠിപ്പിച്ചു തന്നതും ആ വിഷയത്തിൽ തന്നെയാണ്. അതല്ലാതെ അതിൽ വർഗീയത കാണേണ്ടതില്ല. അത് കാണുന്നവരെ കരുതിയിരിക്കുകയാണ് നമ്മൾ വേണ്ടത്. ഈ രാജ്യത്തിനെ ഒരു വർഗീയ രാജ്യമാക്കി മാറ്റാൻ പരിശ്രമിക്കുന്നവരുടെ കുതന്ത്രങ്ങളാണ് അതിന്റെ പിന്നിലുള്ളത് എന്നുള്ളത് മാത്രമാണ് നമ്മളതിന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക, പക്വതയോടുകൂടെ കൈകാര്യം ചെയ്യുക. എനിക്ക് നിഷിദ്ധമായത് പ്രിയമുള്ളവരെ, എല്ലാവരുടെ കാര്യങ്ങളിലും എല്ലാ മതത്തിനുമുണ്ട് അവരുടേതായ ഹലാലുണ്ട്, അവരുടേതായ ഹറാമുകളുണ്ട്, എല്ലാവർക്കുമുണ്ട്. അതിലാരും നമ്മളാരും കൈകടത്തുന്നില്ല. കൈകടത്താനും നമുക്കാർക്കും അവകാശവുമില്ല എന്നുള്ളതാണ്. എന്നാൽ മാംസത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഒരു മുസ്ലിമിന്റെ സമ്പാദ്യത്തിന്റെ വിഷയത്തിൽ പോലും ഹറാമും ഹലാലും നമ്മൾ നോക്കേണ്ടതുണ്ട്. സഹാബത്തിന്റെ ഭാര്യമാർ അവർ ജോലിക്ക് പോകുമ്പോ ഹറാമായതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരരുത് കേട്ടോ എന്ന് ഭർത്താക്കന്മാരോട്, പട്ടിണി ഞങ്ങൾ സഹിച്ചോളാം, ദാരിദ്ര്യം ഞങ്ങൾ സഹിച്ചോളാം, 3 ദിവസം 4 ദിവസം പട്ടിണി കിടന്നിട്ടും അള്ളാന്റെ സഹാബത്തിന്റെ ഭാര്യമാര്, പ്രവാചകന്റെ സഹാബത്തിന്റെ ഭാര്യമാര് പറയാ, ഈ ദാരിദ്ര്യം ഞങ്ങൾ സഹിച്ചോളാം, ഈ പട്ടിണി ഞങ്ങൾ സഹിച്ചോളാം, പക്ഷെ ഹറാമായതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരല്ലോ. കാരണം നരകത്തിന്റെ ചൂട് താങ്ങാനുള്ള കരുത്ത് ഞങ്ങൾക്കില്ല എന്ന് അവര് പറയുമായിരുന്നു. അഥവാ അവിടെ പോലും ഹറാമും ഹലാലും നമ്മൾ നോക്കേണ്ടതുണ്ട്. കട്ടുപറിച്ച സമ്പത്ത് പറ്റൂല, ആരാനെ പറ്റിച്ച സമ്പത്ത് പറ്റൂല, ചൂഷണം ചെയ്ത സമ്പത്ത് പറ്റൂല. അങ്ങനെ എല്ലാ മേഖലകളിലുമുണ്ട്. ഇസ്ലാം പ്രകൃതിയുടെ മതമാണ്. ഇസ്ലാം നിഷിദ്ധമെന്ന് പറഞ്ഞതിനെ ഒരു പ്രകൃതിയുടെ നിയമങ്ങൾക്കോ ഒരു ശാസ്ത്രീയ സത്യങ്ങൾക്കോ അത് പ്രകൃതി വിരുദ്ധമാണ് എന്ന് പറയാനും സാധ്യമല്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അതുകൊണ്ട് ജീവിതത്തെ ഹലാലാക്കി അള്ളാന്റെ നബിമാരോട് പോലും അള്ളാന്റെ ഖുർആൻ ആഹ്വാനം ചെയ്ത നിങ്ങൾ ഹലാലുകളെ ഭക്ഷിക്കാവൂ എന്ന് പറഞ്ഞത് ആ രീതിയിൽ, അഥവാ ശുദ്ധമായ അനുവദനീയമായ
അത് മാത്രം നമ്മൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. അതല്ലാതെ അന്യമതസ്ഥന്റെ ഭക്ഷണം കഴിക്കരുത് എന്നൊരർത്ഥം അതിലില്ല. അത് നമ്മൾ അടിയുറച്ച് മനസ്സിലാക്കുക. എന്നാൽ മാംസമാണെങ്കിൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അറുക്കപ്പെട്ട് തന്നെയായിരിക്കണമെന്ന് ഉറപ്പുവരുത്തുക. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുത്താലും ഏത് പൂജ നോക്കേ, മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞിട്ട് ഒരാൾ പറയാ, മുഹമ്മദ് നബിക്ക് വേണ്ടി ഞാൻ ഈ പോത്തിനെ അറുക്കുന്നു, അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ പേരിൽ ഞാനിത് ബലിയർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുപോലും മുസ്ലിങ്ങൾക്ക് കഴിക്കാൻ പറ്റൂല. അതാ നമ്മൾ മനസ്സിലാക്കേണ്ട. കാരണം അറവ് ആർക്കായിരിക്കണം? അള്ളാഹുവിനായിരിക്കണമെന്നുള്ള മാനദണ്ഡത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവന് ഒരു യഥാർത്ഥ മുസ്ലിം. അല്ലാഹു തആല അവന്റെ ഹക്കുൾ കൊണ്ട് യഥാർത്ഥമായ ദീന്റെ മാർഗത്തിൽ ജീവിച്ചു മരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, രോഗത്തിന്റെ പ്രയാസത്തിൽ കഴിയുന്നവർ, സാമ്പത്തികമായ പ്രയാസങ്ങളിൽ ജോലി നഷ്ടപ്പെട്ടവർ, അള്ളാഹുവേ എല്ലാവർക്കും എല്ലാം അറിയുന്ന അല്ലാഹ് അവർക്ക് നീ ഖൈറിനെ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين.